ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് നമ്മൾ മലയാളത്തിൽ പറയാറുണ്ടല്ലോ, ഞാൻ കൃത്യസമയത്തെത്തി, അവൻ കൃത്യസമയത്ത് വരും, നീ കൃത്യസമയത്ത് വന്നുകൊണ്ട് ഇത് ചെയ്തു. ഇങ്ങനെ ഈ കൃത്യസമയം എന്ന് നമ്മൾ മലയാളത്തിൽ പറയാറുണ്ട്. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഈ ഓൺ ടൈം എന്നുള്ളത്. പക്ഷേ അത് ചില സിറ്റുവേഷനിൽ നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല, ചില സിറ്റുവേഷനിൽ നമ്മൾ ഇത് യൂസ് ചെയ്യാനും പാടില്ല. അപ്പോൾ ഇത് ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻ ഉണ്ടായിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അതുകൊണ്ടാണ് ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. നിങ്ങൾക്കും ഇതുപോലെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻ്റായിട്ട് ചോദിക്കുക. ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുന്നവർക്ക് ആ ഒരു ഡൗട്ട് ക്ലിയർ ആയി കിട്ടും കേട്ടോ. ഇത് മസ്റ്റായിട്ടും നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. അതായത് നമ്മൾ എപ്പോഴും കൃത്യസമയത്ത് ട്രെയിൻ എത്തി, കൃത്യസമയത്ത് ബസ് വരും, ഇങ്ങനെയൊക്കെ പല കാര്യങ്ങൾ പറയാറുണ്ടല്ലോ. അപ്പൊ ഇതുപോലെയുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള സെന്റൻസുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. വീഡിയോ കാണുക, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഞങ്ങൾ കൃത്യസമയത്ത് എത്താം. നമ്മൾ പറയാറുണ്ടല്ലോ, ഞങ്ങൾ കൃത്യസമയത്ത് എത്താം. വി ക്യാൻ അറൈവ് ഓൺ ടൈം എന്നും പറയാം, വി വിൽ അറൈവ് ഓൺ ടൈം എന്നും പറയാം കേട്ടോ. എവിടെയൊക്കെ നമുക്ക് ഓൺ ടൈം എന്ന് യൂസ് ചെയ്യാം എന്നുള്ളതാണ് നിങ്ങൾ ഇവിടെ മനസ്സിലാക്കേണ്ടത്. അവർ കൃത്യസമയത്ത് എഴുന്നേൽക്കും, അവർ കൃത്യസമയത്ത് എഴുന്നേൽക്കും, അതായത് അവർ കൃത്യസമയത്ത് എഴുന്നേൽക്കാറുണ്ട് എന്നാണ്. അത് അവരൊരു ശീലം പറയാണല്ലോ. ദേ wake up on time, they wake up on time. അവർ കൃത്യസമയത്ത് എഴുന്നേൽക്കും അല്ലെങ്കിൽ എഴുന്നേൽക്കാറുണ്ട്. അവൾ കൃത്യസമയത്ത് എഴുന്നേൽക്കാറില്ല, അവൾക്ക് അങ്ങനെ ഒരു ശീലമില്ല, അവൾ കൃത്യസമയത്ത് എഴുന്നേൽക്കാറില്ല. എങ്ങനെ പറയാ? she doesn't wake up on time, she doesn't wake up on time. എന്നും കൃത്യസമയത്ത് ബസ് വരും, എന്നും കൃത്യസമയത്ത് ബസ് വരും. നമ്മൾ പറയാറുണ്ടല്ലോ, ദ ബസ് അറൈവ്സ് ഓൺ ടൈം എവറി ഡേ, ദ ബസ് അറൈവ്സ് ഓൺ ടൈം എവറി ഡേ. ഇത് മാത്രമല്ല, ഇതിന്റെ അവസാനത്തില് ഈ ഓൺ ടൈം യൂസ് ചെയ്യാൻ പാടില്ലാത്ത വെർബുകളും പഠിക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണണം. അൻവർ കൃത്യസമയത്ത് ഓഫീസിലെത്തും, അൻവർ കൃത്യസമയത്ത് ഓഫീസിലെത്തും. ഇവിടെ അൻവറിന്റെ ഒരു ശീലമാണ് പറയുന്നത്. എത്തും എന്ന് പറഞ്ഞതുകൊണ്ട് വില്ല യൂസ് ചെയ്യാമോ എന്നല്ല, ഇവിടെ അൻവർ കൃത്യസമയത്ത് ഓഫീസിലെത്തും എന്നുള്ളത് അവനൊരു ശീലമാണ്. അൻവർ റീച്ചസ് ദ ഓഫീസ് ഓൺ ടൈം, അൻവർ റീച്ചസ് ദ ഓഫീസ് ഓൺ ടൈം. അവൻ ഒരിക്കലും കൃത്യസമയത്ത് വരാറില്ല എന്ന് പറയുകയാണെങ്കിലോ നെഗറ്റീവാണ്. അവൻ ഒരിക്കലും കൃത്യസമയത്ത് വരാറില്ല. എങ്ങനെ പറയാം? ഹി നെവർ കംസ് ഓൺ ടൈം, ഹി നെവർ കംസ് ഓൺ ടൈം. അവൻ ഒരിക്കലും കൃത്യസമയത്ത് വരാറില്ല. മീറ്റിംഗ് കൃത്യസമയത്ത് തുടങ്ങി, മീറ്റിംഗ് കൃത്യസമയത്ത് തുടങ്ങി. അതുപോലെ ഇന്റർവ്യൂ കൃത്യസമയത്ത് തുടങ്ങി, പരീക്ഷ കൃത്യസമയത്ത് തുടങ്ങി, ഇങ്ങനെയൊക്കെ പറയാറുണ്ടല്ലോ. ദ മീറ്റിംഗ് സ്റ്റാർട്ടഡ് ഓൺ ടൈം. അത് ഇന്റർവ്യൂ ആണെങ്കിൽ ദ ഇന്റർവ്യൂ സ്റ്റാർട്ടഡ് ഓൺ ടൈം, ദ എക്സാം സ്റ്റാർട്ടഡ് ഓൺ ടൈം ഒക്കെ പറയാട്ടോ. ഞാൻ കൃത്യസമയത്ത് എത്തി, വളരെ സിമ്പിൾ ആണ്. ഞാൻ കൃത്യസമയത്തെത്തി. ഐ അറൈവ്ഡ് ഓൺ ടൈം. അവൻ കൃത്യസമയത്ത് വന്നു. ഹി കെയിം ഓൺ ടൈം. അപ്പൊ നമ്മുടെ വെർബുകളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ വെർബുകളുടെ കൂടെയൊക്കെ നമ്മൾ എന്ത് യൂസ് ചെയ്തിട്ടുണ്ട്? ഓൺ ടൈം എന്ന് യൂസ് ചെയ്തിട്ടുണ്ട്. എന്നാൽ ചില വെർബുകളുടെ കൂടെ നമ്മൾ യൂസ് ചെയ്യാറില്ല. ഹി കെയിം ഓൺ ടൈം, അവൻ കൃത്യസമയത്ത് വന്നു. ക്ലാസ് കൃത്യസമയത്ത് തുടങ്ങി. ദ ക്ലാസ് സ്റ്റാർട്ടഡ് ഓൺ ടൈം, ദ ക്ലാസ് സ്റ്റാർട്ടഡ് ഓൺ ടൈം. ക്ലാസ് കൃത്യസമയത്ത് തുടങ്ങി. അവർ കൃത്യസമയത്ത് ജോലി പൂർത്തിയാക്കി, അവർ കൃത്യസമയത്ത് ജോലി പൂർത്തിയാക്കി. They finished the work on time, they finished the work on time. ഞങ്ങൾ കൃത്യസമയത്ത് വീട്ടിലെത്തി. We got home on time, we got home on time. ഞങ്ങൾ കൃത്യസമയത്ത് വീട്ടിലെത്തി. ട്രെയിൻ കൃത്യസമയത്ത് പുറപ്പെട്ടു എന്ന് പറയാറുണ്ടല്ലോ. ട്രെയിൻ കൃത്യസമയത്ത് പുറപ്പെട്ടു. ദ ട്രെയിൻ ലെഫ്റ്റ് ഓൺ ടൈം. അല്ലെ, പുറപ്പെട്ടു പാസ്റ്റ് ആണ്. ദ ട്രെയിൻ ലെഫ്റ്റ് ഓൺ ടൈം. ബസ് കൃത്യസമയത്ത് വന്നു, ബസ് കൃത്യസമയത്ത് വന്നു. ദ ബസ് കെയിം ഓൺ ടൈം, ദ ബസ് കെയിം ഓൺ ടൈം. ഞങ്ങൾ കൃത്യസമയത്ത് പരിപാടിയിലെത്തി, ഞങ്ങൾ കൃത്യസമയത്ത് പരിപാടിയിൽ എത്തി. We reached the program on time, we reached the program on time. ഇനി അവൾ കൃത്യസമയത്ത് ഭക്ഷണം ഉണ്ടാക്കി എന്ന് പറയാറുണ്ടല്ലോ. അവൾ കൃത്യസമയത്ത് ഭക്ഷണം ഉണ്ടാക്കി. She cooked the food on time, she cooked the food on time, അല്ലെങ്കിൽ she prepared the food on time എന്ന് പറയാട്ടോ.
അവൾ കൃത്യസമയത്ത് ഉറങ്ങാൻ പോകും എന്ന് പറയുകയാണെങ്കിലോ, അവൾ കൃത്യസമയത്ത് ഉറങ്ങാൻ പോകും എന്നുള്ളത് അവളുടെ ഒരു ശീലമാണല്ലോ. ഷി ഗോസ് ടു ബെഡ് ഓൺ ടൈം. ഷി ഗോസ് ടു ബെഡ് ഓൺ ടൈം. ഇത്രയും കാര്യങ്ങൾ നമ്മൾ കൃത്യസമയത്ത് ചെയ്യുന്ന കാര്യങ്ങൾ പറഞ്ഞു. നിങ്ങൾക്കൊരു സെന്റൻസ് തരാം. ഞങ്ങൾ കൃത്യസമയത്ത് റിപ്പോർട്ട് സമർപ്പിച്ചു. ഞങ്ങൾ കൃത്യസമയത്ത് റിപ്പോർട്ട് സമർപ്പിച്ചു എങ്ങനെ പറയും ഒന്ന് താഴെ കമന്റ് ചെയ്യാട്ടോ. ഇനി നമുക്ക് ഏതൊക്കെ വെർബിന്റെ കൂടെ ഓൺ ടൈം യൂസ് ചെയ്യില്ല എന്നുള്ളത് നോക്കാം. അവൻ കൃത്യസമയത്ത് പഠിക്കാറുണ്ടെന്ന് പറയാറുണ്ടല്ലോ. അവൻ കൃത്യസമയത്ത് പഠിക്കാറുണ്ട്. ഇവിടെ നമ്മൾ ഹി സ്റ്റഡീസ് ഓൺ ടൈം എന്ന് പറയാറില്ല. നേരെ മറിച്ച് നമ്മൾ ഇങ്ങനെ പറയാണ്, അവൻ കൃത്യസമയത്ത് പഠിക്കാൻ തുടങ്ങി എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ഓൺ ടൈം യൂസ് ചെയ്ത് പറയാം. അതായത് ഹി സ്റ്റാർട്ടഡ് സ്റ്റഡിയിങ് ഓൺ ടൈം എന്ന് പറയാം. അവിടെ നമ്മൾ വെർബ് എവിടെയാണ്? സ്റ്റാർട്ടഡ് ആണ് അല്ലേ? അപ്പൊ അങ്ങനെ നമുക്ക് പറയാനായിട്ട് പറ്റും. അല്ലാതെ ഹി സ്റ്റഡീസ് ഓൺ ടൈം എന്ന് പറയരുത്. അതുപോലെ തന്നെ റൈറ്റ് എഴുതുക, പ്ലേ ഇങ്ങനെ പറയുമല്ലോ. അതുപോലെ റണ്ണ്, റീഡ് ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ട് പറയുന്ന വെർബിന്റെ കൂടെ നമ്മൾ ഓൺ ടൈം അല്ല യൂസ് ചെയ്യേണ്ടത്. അത് ഈ രീതിയിൽ പറയുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഓൺ ടൈം യൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, അവൻ കൃത്യസമയത്ത് ഓടാൻ തുടങ്ങി. ഹി സ്റ്റാർട്ടഡ് running on time. He started studying on time. He started writing on time. ഇങ്ങനെ പറയുമ്പം നമുക്ക് എന്ത് പറയാനായിട്ട് പറ്റും? ഓൺ ടൈം യൂസ് ചെയ്യാം. കൃത്യസമയത്ത് അവൻ വന്നു, അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. കൃത്യസമയത്ത് അവൻ വന്നു, അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. എങ്ങനെ പറയാ? കൃത്യസമയത്ത് അവൻ വന്നു. He came on time. He came on time. So I was saved. സേവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രക്ഷപ്പെടുക എന്നാണ്. He came on time, so I was saved. കൃത്യസമയത്ത് അവൻ വന്നു, അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. ഓക്കെ, അപ്പൊ നമ്മൾ എന്താ പഠിച്ചിരുന്നത്? കൃത്യസമയം എന്ന് പറയാൻ വേണ്ടിയിട്ട് ഓൺ ടൈം ആണ് യൂസ് ചെയ്യുക. എന്നാൽ ചില വെർബിന്റെ കൂടെ നമ്മൾ ഓൺ ടൈം യൂസ് ചെയ്യാറില്ല. അത്തരത്തിലുള്ള വെർബുകൾ ഏതൊക്കെ എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മൾ ഓൺ ടൈം യൂസ് ചെയ്യുന്ന വെർബുകൾ ഏതൊക്കെയെന്ന് ഒന്നുകൂടി പറയാം. അറൈവ്, കം, അതുപോലെ റീച്ച്, സ്റ്റാർട്ട്, ഫിനിഷ്, സബ്മിറ്റ്, കംപ്ലീറ്റ്, വേക്കപ്പ് ഇവയുടെ കൂടെയൊക്കെ നമുക്ക് ഓൺ ടൈം എന്ന് യൂസ് ചെയ്യാം. ഇനി നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ തരാം. ഫസ്റ്റ് ഞാനും തന്നു, അവർ കൃത്യസമയത്ത് കളി തുടങ്ങി. ഇത് എങ്ങനെ പറയും? ഓൺ ടൈം യൂസ് ചെയ്തിട്ട് എങ്ങനെ പറയും എന്നുള്ളതൊന്ന് താഴെ കമന്റ് ചെയ്യുക കേട്ടോ. അപ്പൊ ഇതുപോലെയുള്ള നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന സെന്റൻസുകൾ നിങ്ങളും പ്രാക്ടീസ് ചെയ്യുക. ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ആയിട്ട് ചോദിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ, ഇത് ഒരു ഡൗട്ട് കുറച്ച് പേര് എൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തതാണ്, അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും ഓൾ ഓപ്ഷനും ക്ലിക്ക് ചെയ്ത് വെക്കുക. മാത്രമല്ല വീഡിയോസും കണ്ട് സപ്പോർട്ട് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.